മനസ്സ് മുഖേന അവൻ കാണുന്നു. വിവിധങ്ങളായ കാമങ്ങളെ കണ്ട് രമിക്കുന്നു എന്നാണ് അവസാനം പറഞ്ഞത്. എങ്കിൽ അതിൻ്റെ ഉപസംഹാരം ആറാമത്തെ മന്ത്രം. പുതുതായിട്ട് വരുന്നവർക്ക് വിഷമം ഉണ്ടാവും കയറില്ല, അങ്ങനെ പറ്റുള്ളൂ ഉപനിഷത്ത് പഠനം. ആദ്യം തുടങ്ങാൻ വയ്യല്ലോ. പുതുതായിട്ട് വന്നവർക്ക് ഇന്ന് മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം മനസ്സിലാവും. അടുത്ത പ്രാവശ്യം പുതുതായി വരുന്നവർക്കോ അതിൻ്റെ അടുത്ത പ്രാവശ്യം മനസ്സിലാക്കും. അത്രേ പറ്റുള്ളൂ. ആറാമത്തെ മന്ത്രം. യ ഏതേ ബ്രഹ്മലോകേ തം വാ ഏതം ദേവാ ആത്മാനമുപാസതേ തസ്മാത് തേഷാം സർവേ ച ലോകാ ആത്താഃ സർവേ ച കാമാഃ സ സർവാശ്ച ലോകാൻ ആപ്നോതി സർവാംശ്ച കാമാൻ യസ്തമാത്മാനമനുവിദ്യ വിജാനാതീതി. ഹ പ്രജാപതിരുവാച. പ്രജാപതിരുവാച. യ ഏതേ ബ്രഹ്മലോകേ തം വാ ഏതം ദേവാഃ ആത്മാനമുപാസതേ തസ്മാത് തേഷാം സർവേ ച ലോകാഃ ആത്താഃ സർവേ ച കാമാഃ സ സർവാംശ്ച ലോകാൻ ആപ്നോതി സർവാംശ്ച കാമാൻ യസ്തമാത്മാനമനുവിദ്യ വിജാനാതീതി. ഹ പ്രജാപതിരുവാച. പ്രജാപതിരുവാച. വളരെ ദീർഘമായ ഉപദേശം ഉപസംഹരിക്കുകയാണെന്ന് കാണിക്കാൻ 2 പ്രാവശ്യം പ്രജാപതിരുവാച പ്രജാപതിരുവാച എന്ന് പറഞ്ഞു. ബ്രഹ്മലോകേ യേ ഏതേ ദേവാഹ. ബ്രഹ്മലോകത്തിൽ എന്തെന്തെല്ലാം ഉണ്ടോ, ഏതേത് ദേവന്മാരുണ്ടോ, ഏതം ആത്മാനം ഉപാസത്തെ, ഈ ആത്മാവിനെ അവർ ഉപാസിച്ചു കഴിയുന്നു. ഏതേ ദേവാഹ യേ, ഏത് ഈ ദേവന്മാരുണ്ടോ, യാവരാണോ, ഏത് ദേവലോകവാസികളല്ല, ഈ പറഞ്ഞ ബ്രഹ്മലോകവാസികളായിട്ട് പരമമായ സുഖഭോക്താക്കളായിട്ട് ഏതേത് ദേവന്മാരുണ്ടോ അവർ ഏതം വാ ആത്മാനമുപാസതേ, ഈ ആത്മാവിനെ ഉപാസിക്കുന്നു. അതുകൊണ്ട് അതുകൊണ്ട് തേഷാം സർവേച്ച ലോകാഹ ആത്താഹ, അവരെല്ലാ ലോകങ്ങളെയും പ്രാപിച്ചിരിക്കുന്നു. ഇതിനു മുമ്പ് നമ്മൾ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. ആര് ഈ ആത്മാവിനെ അറിയുന്നുവോ അവർ ഇച്ഛിക്കുന്നത് മുഴുവൻ പ്രാപിക്കുന്നവരാകുന്നു എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇച്ഛിക്കുന്നതെല്ലാം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. ആപ്തകാമന്മാരായിത്തീരുന്നു. അവരെന്തിനെ സങ്കല്പിക്കുന്നു അത് അവർക്കുള്ളതാണെന്ന് പറഞ്ഞു. സർവകാമാവാപ്തി. വിജ്ഞാനിയെ സംബന്ധിച്ച് അപ്രാപ്യമായിട്ടൊന്നില്ല എന്ന് പറഞ്ഞു.
അപ്പം അതാണ് ഇവിടെയും പറയുന്നത്. ബ്രഹ്മലോകത്തിൽ ഏത് ദേവന്മാർ നിവസിക്കുന്നുവോ അവർ ആത്മാവിനെ ഉപാസിക്കുന്നു. അതുകൊണ്ട് അവർ സർവ്വലോകങ്ങളെയും പ്രാപിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് അവർ സർവ്വലോകങ്ങളെയും പ്രാപിച്ചിരിക്കുന്നു? ബ്രഹ്മലോകത്തിൽ വസിക്കുന്നുണ്ടല്ല. ബ്രഹ്മലോകത്തിൽ വസിച്ചിട്ട് അവർ സുഖഭോഗാസക്തന്മാരായിട്ടാണ് കഴിയുന്നതെങ്കിൽ അതത് സുഖഭോഗം അവർക്ക് പ്രാപിക്കുന്നു എന്ന് പറയാം. എന്നാൽ ഏത് ബ്രഹ്മലോക നിവാസികളായ ദേവന്മാരാണോ ആത്മാവിനെ ഉപാസിക്കുന്നത്, അവർ സർവേച്ച ലോകാഹ തേഷാം ആത്താഹ, അവർ സർവ്വലോകങ്ങളെയും പ്രാപിച്ചിരിക്കുന്നു. നേരത്തെ ഉപയോഗിച്ച വാക്ക് യഥാകാമചാരനായി തീരുന്നു എന്നായിരുന്നു. എന്തിച്ഛിക്കുന്നു അത് നേടുന്നവർ, അതിൽ പ്രവർത്തിക്കുന്നവരായി തീരുന്നു എന്നാണ് പറഞ്ഞത്. അവർക്ക് അപ്രാപ്യമായിട്ടൊന്നില്ല എന്നാണ് പറഞ്ഞത്. അതാണ് ആത്മാനം യേ ഉപാസതേ തേ തേഷാം സർവേ ലോകാഹ ആപ്താഹ, എല്ലാ ലോകങ്ങളും അവർക്ക് ആപ്തങ്ങളാണ്. സർവേച്ച കാമാഹ ആപ്താഹ, എല്ലാ കാമങ്ങളും അവർക്ക് പ്രാപ്തങ്ങളാണ്. അവരേത് ലോകത്തെ കാമിക്കുന്നോ ആ ലോകം അവർക്കുള്ളതാണ്. അവരേത് കാമത്തെ കാമിക്കുന്നോ ആ കാമം അവർക്കുള്ളതാണ്. പക്ഷേ അവരൊന്നിനെയും കാമിക്കുന്നുമില്ല, അവരൊന്നിനെയും നേടുന്നുമില്ല. യഥാസങ്കല്പിതം എന്നാണ് അവർക്ക്. എന്താണോ സങ്കല്പിക്കുന്നത് അത്. ഇതെന്തിനാ ഇവിടെ പറഞ്ഞേ? ഇവിടെ പറഞ്ഞത് അതുകൊണ്ട് സർവാംശ ലോകാൻ ആപ്നോതി സർവാംശ കാമാൻ യഹ തമാത്മാനമനുവിദ്യ വിജാനാതി. ഇത് പറയാനാ അത് പറഞ്ഞ്. ഇത് ദേവന്മാർക്കുള്ള ഫലമല്ല. പിന്നെയോ ആരാണോ ഈ ആത്മാവിനെ അനുവിദ്യ വിജാനാതി, പിന്തുടർന്നറിഞ്ഞ് സാക്ഷാത്കരിക്കുന്നത്, യാവരാണോ ഈ ആത്മാവിനെ പിന്തുടർന്നറിഞ്ഞ് സാക്ഷാത്കരിക്കുന്നത്, ഗുരു ശാസ്ത്ര സമ്പ്രദായം വഴി ശ്രവണ മനന നിധിധ്യാസ ലക്ഷണമായിരിക്കുന്ന സാധനാക്രമത്തിലൂടെ ആര് ഈ സത്യത്തെ സാക്ഷാത്കരിക്കുന്നുവോ അത് ആരായാലും കൊള്ളാം. എന്താ ഫലം? സർവാൻ ലോകാൻ ആപ്നോതി, എല്ലാ ലോകങ്ങളെയും നേടുന്നു. സർവാംശ കാമാൻ, എല്ലാ കാമങ്ങളെയും. ഈ വിഷയം നമ്മൾ മുമ്പ് ഛാന്തോഗ്യത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. രൈക്വൻ്റെ വിഷയം പറഞ്ഞപ്പോൾ അപ്പോൾ അവിടെ ജ്ഞാനശ്രുതിയുടെ കൊട്ടാരത്തിൻ്റെ മുകളിലൂടെ പറക്കുന്ന രണ്ടരയന്നങ്ങൾ, ഒരരയന്നം മറ്റേ അരയന്നത്തോട് പറഞ്ഞു, വളരെ കരുതിക്കോളൂ, കുറച്ച് ദൂരെ വിട്ടുമാറി പറന്നോളൂ, കൊട്ടാരത്തിൻ്റെ അടുത്തു കൂടെ പറഞ്ഞ ജ്ഞാനശ്രുതിയുടെ തേജസ് കൊണ്ട് നിന്റെ ചിറക് കരിയാൻ സാധ്യതയുണ്ട്. എന്താ നിനക്ക് രൈക്വനറിയാമോ? ലോകത്തിൽ സകല ജനങ്ങളും സകല സൽക്കർമ്മങ്ങളും ചെയ്യുന്നതിലൂടെ എന്തെന്തിനെ നേടുന്നുവോ അതിനെ മുഴുവൻ നേടിയിരിക്കുന്നവനാണ് രൈക്വൻ. രൈക്വൻ എന്തിനെ അറിഞ്ഞിരിക്കുന്നോ അതിനെ അറിയുന്നവരും അതുതന്നെ നേടുന്നു. ഏതുപോലെ? ചതുരംഗക്കളിയിൽ കൃതം എന്ന അയത്തെ ജയിച്ചാൽ മുഴുവൻ അയവും ജയിച്ചതായി എന്ന് പറഞ്ഞു. ഇത് കേട്ടു കൊട്ടാരത്തിന് മുകളിൽ മട്ടുപ്പാവിൽ ഉലാത്തിയിരുന്ന ജ്ഞാനശ്രുതി. അപ്പം പിന്നെ ഈ രൈക്വൻ ആരെന്നറിയാനുള്ള താത്പര്യമായി. 4 ഭാഗത്തേക്കും ദൂതന്മാരെ പറഞ്ഞയച്ചു, സന്ദേശ ശേഖരണം ചെയ്യാൻ പറഞ്ഞയച്ചു.
അവർ നാട് മുഴുവൻ കറങ്ങി അവസാനം കണ്ടെത്തി ഒരു ചന്തയിൽ ഒരു വണ്ടിയുടെ അരികിൽ, വണ്ടിയുടെ ചുവട്ടിൽ ചൊറിമാന്തി ഇരിക്കുന്ന ഒരാൾ. അയാൾ നിലത്തിരിക്കുക, ചൊറി മാന്തിയിട്ടായിരിക്കണത്. അങ്ങനെ രാജാവ് വലിയ തളികയിൽ 1000 സ്വർണ്ണ നാണയങ്ങൾ, തൻ്റെ അർദ്ധരാജ്യം ഒക്കെ ആയിട്ട് പോയി ചെന്ന് ഉപദേശം അപേക്ഷിക്കുന്നു. തൻ്റെ മുമ്പിൽ വന്നത് രാജാവാണെന്ന് വ്യക്തമായി അറിയുന്ന രൈക്വൻ പോടാ ശൂദ്ര എന്ന് പറഞ്ഞു. രാജാവ് ദുഃഖിച്ച് തിരിച്ചുപോയി. ആലോചിച്ചിട്ടായിരിക്കണം തൻ്റെ മകളെയും, ഏകപുത്രിയാണ്, മകളെയും അർദ്ധരാജ്യമല്ല പൂർണ്ണമായി തന്നെ തൻ്റെ സമ്പൂർണമായ സമ്പദ് ഐശ്വര്യങ്ങളും കൊണ്ടുവന്ന് രൈക്വൻ്റെ കാൽക്കൽ വെച്ചിട്ട് വിദ്യയ്ക്ക് അപേക്ഷിച്ചപ്പോൾ രൈക്വൻ ഉപദേശിച്ചു. രൈക്വൻ അതൊക്കെ വേണോ? ഒന്നും വേണ്ട. രൈക്വൻ അതൊക്കെ സ്വീകരിച്ചോ? അത് ഉപനിഷത്ത് പറഞ്ഞിട്ടുമില്ല. സ്വീകരിച്ചാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. സമ്പൂർണ്ണ സമർപ്പണ ഭാവം രാജാവിൽ നിന്നുണ്ടായപ്പോൾ വിദ്യോപദേശം ചെയ്തു. ആദ്യം വിചാരിച്ചത് 1000 സ്വർണ്ണ നാണയം കൊണ്ട് കിട്ടുന്ന വിദ്യയാണിതെന്നാണ്. ഒരു പകുതി രാജ്യവും കൊടുത്താൽ ഈ വിദ്യ കിട്ടുന്ന വിചാരിച്ച്. അതില്ല. പോടാ ശൂദ്ര എന്നാ പറഞ്ഞത്, രാജാവാണെന്ന് അറിഞ്ഞിട്ടും. ഇവിടെ പറഞ്ഞ വിഷയം സകല ജനങ്ങളും സകല സൽക്കർമ്മങ്ങളും ചെയ്യുന്നതിലൂടെ എന്തെന്തിനെ നേടുന്നുവോ അത് മുഴുവൻ അതിനെ അറിയുന്നവൻ നേടുന്നു. എന്തിനറിയുന്നവൻ? രൈക്വൻ എന്തിനെ അറിഞ്ഞിട്ടുണ്ടോ അതിനെ അറിയുന്നവൻ. അങ്ങനെ ഭാഷ ശ്രദ്ധിക്കണം. അപ്പോ സർവലോകാവാപ്തി, സർവകാമാവാപ്തി, ഇതാണ് അവിടെ പറയണം. അവിടെയാണ് ജ്ഞാനവാപ്തം അവാപ്തവ്യം എന്ന് ഗീതയിൽ ഭഗവാൻ പറയുന്നതായ ആ ഒരു പ്രഖ്യാപനത്തിൻ്റെ സാധ്യത വരുന്നത്. ഞാൻ നേടാത്തതൊന്നുമില്ല, എനിക്ക് നേടേണ്ടത് ഒന്നുമില്ല. ഇപ്പം സാധാരണഗതിയിൽ നേടാത്തത് നേടണം എന്നുള്ളതാണ് ഉണ്ടാവുക. ഞാൻ നേടി അത് സംരക്ഷിക്കാം, നേടാത്തത് നേടണം എന്ന സാധാരണഗതിയിൽ പറയുക. ഇവിടെ ഭഗവാൻ പറയുന്നത് ഞാൻ നേടാത്തതൊന്നുമില്ല, ഇനി നേടേണ്ടതും ഒന്നുമില്ല. അതാണ് വിജ്ഞാനിയുടെ കൃതാർത്ഥത. ഇതൊന്നും നേടാനില്ല. പ്രാപ്തം പ്രാപണീയം, പ്രാപിക്കേണ്ടതൊക്കെ പ്രാപിച്ചു കഴിഞ്ഞു. ആ കൃതകൃത്യത, അതാണ് സമ്പന്നത. ഒരു മഹാരാജാവുണ്ട്, ഒരു ചക്രവർത്തിയുണ്ട്, ഒരു കോടി 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 കോടിക്കണക്കിന് സമ്പത്തുള്ള ആളുണ്ട്. ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ എന്താണ്, ട്രില്യണയർ എന്നൊക്കെ പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ. അയാൾ വീണ്ടും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ ദരിദ്രനാണ്. ദരിദ്രനല്ല, എന്താ ദരിദ്രനാണല്ലോ ആഗ്രഹിക്കുന്നത്. ഒരാൾ നിസ്വനാണ്, അതൊന്നുമില്ല, അയാൾ കൃതാർത്ഥനായിരിക്കുന്നെങ്കിലോ നിറഞ്ഞിരിക്കുന്നെങ്കിലോ അയാൾ സമ്പന്നനാ. ആരാ സമ്പന്നൻ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇപ്പം ജീവിത വിജയം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, ജീവിത വിജയ മന്ത്രങ്ങൾ. എന്താ ജീവിത വിജയം? ആദ്യം ഒരു മില്യണറായപ്പോൾ ബില്യണർ ആവാനുള്ള ആഗ്രഹമായി, ബില്യണറായപ്പോഴോ ട്രില്യണർ ആവാൻ അതിന് മുകളിലേക്കോട്ടോ അറിയേയില്ല ഇംഗ്ലീഷിൽ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും?
അപ്പം പിന്നെ മൾട്ടി ട്രില്യണർ എന്നൊക്കെ പറയും. അത്രയേ ഉള്ളൂ. ആഗ്രഹം തീരുന്നില്ല, ദരിദ്രരാ. എന്നാൽ കൃതാർത്ഥനായവനോ പൂർണ്ണനോ നിറഞ്ഞിരിക്കുന്നവനാ, സമ്പന്നനാ. ആ സമ്പന്നനെ കൊണ്ടാണ് ഗീത പറയുന്നത്, അപൂര്യമാണമജലപ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശന്തി യദ്വത് തദ്വത് കാമായം പ്രവിശന്തി സർവേ സശാന്തിമാപ്നോതി. എന്നിട്ട് അവിടെ നിർത്തിയില്ല ഭഗവാൻ, നിർത്താമായിരുന്നു. ന കാമകാമി എന്നും പറഞ്ഞു. ശ്രദ്ധിക്കുക. അപ്പം ഇവിടെ സർവകാമാവാപ്തി എന്ന് പറഞ്ഞാൽ കൃതാർത്ഥത. അവനൊന്നും ആഗ്രഹിക്കുന്നില്ല, എല്ലാം പ്രാപിച്ചവനൊന്നും ആഗ്രഹിക്കുന്നില്ല. അവൻ സങ്കല്പിച്ചാലോ, അവൻ സങ്കല്പിച്ചതൊക്കെ അവന് പ്രാപ്തമാണ്. ഇവിടെ വേറൊരു വിഷയം വരുന്നുണ്ട് കേട്ടോ, വളരെ പ്രസക്തമായൊരു വിഷയമാണ്. ഈയൊരു സർവകാമാവാപ്തി എന്നുള്ള പരമമായ ഫലസിദ്ധിയിലേക്ക് ഒരു വിജ്ഞാനി എത്തിച്ചേരുകയാണ്. ആ വിജ്ഞാനി ദേഹവാനായിട്ടാണല്ലോ ഇരിക്കുന്നത്. ദേഹമുണ്ടല്ലോ, ദേഹമുണ്ട്. ദേഹമുണ്ടെങ്കിൽ പ്രാരബ്ധമുണ്ട്, പ്രാരബ്ധമുണ്ട്, അതിൽ സംശയമില്ല. ഇവിടെ ചോദ്യം വലിയ പ്രസക്തമായൊരു ചോദ്യമാണ്. അവൻ്റെ സാധനാഘട്ടത്തിൽ, സാധനാ തീവ്രതയുടെ കാലഘട്ടത്തിൽ അതിൻ്റെ ഫലരൂപമായി വന്നു ചേരാനുള്ള അതിമഹനീയങ്ങളായ കാമ്യലോകങ്ങൾ, പിന്നീട് അവനത് അപ്രസക്തമായി തീർന്നു. എന്നാൽ ദേഹസംബന്ധിത്വം കൊണ്ട് വന്നു ചേരാം. മനസ്സിലായില്ല? നോക്കുന്നേ, അയാൾക്ക് ഇപ്പോൾ ഒന്നും ആഗ്രഹമില്ല, ഇപ്പോൾ യാതൊരാഗ്രഹവും ഇല്ല, എല്ലാ ആഗ്രഹത്തിനും മുകളിൽ കൃതാർത്ഥനാണ്. എന്നാൽ സാധനാമാർഗത്തിൽ കടന്നു വന്നിരുന്ന ഘട്ടങ്ങളിൽ ചെയ്ത അതിതീവ്ര സാധനയുടെ ഉപാസനയുടെ ഫലമായി പ്രാപ്തവ്യമായി ഉള്ളതായ കാമ്യങ്ങൾ, സാമാന്യത്തിന് അചിന്ത്യങ്ങളായ കാമ്യങ്ങൾ, യേ കാമാ ദുർലഭാമർത്യലോകേ എന്ന് കഠോപനിഷത്തിൽ പറയുന്ന അവിധങ്ങളായ കാമങ്ങൾ, അതിനുള്ള യോഗ്യത, പ്രാപിക്കാനുള്ള യോഗ്യത അക്കാലത്ത് അയാൾ നേടി വെച്ചിട്ടുണ്ട്. എങ്കിലൊരു വിജ്ഞാനിക്ക് വന്നു ചേരുന്ന, സർവകാമാപ്തന് വന്നു ചേരുന്ന അത്തരം ഫലസിദ്ധികൾ സാധനാമാർഗത്തിൻ്റെ പിന്തുടർച്ചയാണെന്ന് മനസ്സിലാക്കണം. അല്ലാണ്ട് ഇപ്പോഴത്തെ ജീവിതത്തിൻ്റെ ഫലരൂപമല്ല. അതൊരാൾ കടന്നു വന്ന മാർഗം ഏതാണോ അതിനനുസരിച്ചായിരിക്കും അത്. യോഗസാധനാമാർഗത്തിലൂടെ കടന്നു വരുന്ന ഒരു സാധകൻ, ആ സാധകന് സിദ്ധാവസ്ഥയിലേക്ക് എത്തി സകല കാമാവാപ്തി നേടി സകല കാമങ്ങളെയും അതിക്രമിച്ചു. എന്നാൽ ആ യോഗസാധനാഘട്ടത്തിലുള്ള ചില ഫലങ്ങൾ ദേഹസംബന്ധിയായിട്ട് ഇയാൾക്ക് വന്നു ചേരാം. ഇതുപോലെ എല്ലാം മനസ്സിലാക്കുക. വളരെ സൂക്ഷ്മ വിഷയമാണ്. വിരക്തിയുടെ, അതുപോലെ ധർമ്മത്തിൻ്റെ, ഉപാസനയുടെ ഒക്കെ ഫലരൂപമായിട്ടുള്ളത്. ധർമ്മത്തിൻ്റെ, വിരക്തിയുടെ, അതുപോലെ ഉപാസനയുടെ ഒക്കെ ഫലരൂപമായിരിക്കുന്ന പല പല മഹിമകളും അയാളെ തേടി വരും. എവിടെയാളെന്ന് അന്വേഷിച്ച് വന്ന് അയാൾക്കിതൊന്നും വേണ്ടി വരില്ല. എന്നാലും അയാൾ പിന്നാലെ വരും. അത് നമ്മൾ മനസ്സിലാക്കണം. അത് ഇവിടെ ഒരു ഈ വിഷയം ഇത്രയ്ക്ക് ഉയർന്ന തലമല്ലാട്ടോ ഇനി പറയാൻ പോണത്. ഇത്രയ്ക്ക് ഉയർന്ന തലമല്ല, കുറച്ചൊന്നിറങ്ങി വന്നിട്ടുള്ളൊരു തലം പറയാം. കോഴിക്കോട് വെച്ചിട്ട് ഒരു ചർച്ചയുണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുൻപ്. അതിൽ ഈ തന്ത്രിമാരായിരുന്നു അതിൽ പങ്കെടുത്തിരുന്നത്. വിവിധ ക്ഷേത്രങ്ങളുടെ
ആചാര്യസ്ഥാനം വഹിക്കുന്ന താന്ത്രിക പദ്ധതിയിൽ മുന്നോട്ട് പോകുന്ന പലരും. അപ്പം അതിൽ 2-3 പേര് അഭിപ്രായപ്പെട്ടു, ഈ പൂജ ക്രിയ ഇത്യാദിയിലൊക്കെ പോകുന്നവർക്ക് ജീവിതത്തിൽ പല പ്രയാസങ്ങളും ഉണ്ട്. പ്രത്യേകിച്ച് അവരുടെ വിവാഹം തുടങ്ങിയവയൊന്നും നടക്കാത്തൊരവസ്ഥാവിശേഷം. എന്താ വെച്ചാൽ അന്നത്തെ പെൺകുട്ടികൾ അങ്ങനെയുള്ളവരൊന്നും സ്വീകരിക്കാൻ തയ്യാറാവണില്ല എന്ന് ഒരഭിപ്രായം. ഒരാളല്ല, 2 ആളല്ല, 2-3 ആൾക്കാർ പറഞ്ഞു. അതിലൊരാൾ കുറച്ച് കടന്നും പറഞ്ഞു. കടന്നു പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, അതുകൊണ്ട് ഞാൻ എല്ലാ ക്രിയാവിധാനങ്ങളും ഒക്കെ മകനെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും നീ ആദ്യം തന്നെ ഈ മേഖലയിലേക്കൊന്നും കടക്കണ്ട, വേറെ ഒരു മേഖലയിൽ ജോലിക്ക് പോയി കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് മതി ഈ മേഖലയിലേക്ക് വരിക എന്ന് ഞാൻ പറഞ്ഞു. ചില്ലാനം കൂടുതൽ കിട്ടപ്പെടുക, അത്ര വലിയ സമ്പത്താണ് ലഭിക്കുന്നത്. ഒരു ക്ഷേത്രത്തിൻ്റെ ആചാര്യൻ, ഒരു 500 ക്ഷേത്രം 400 ക്ഷേത്രത്തിൻ്റെ ആചാര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അചിന്ത്യമായിരിക്കുന്ന വരുമാനം അയാൾക്ക് കിട്ടും. പക്ഷേ എന്ത് കിട്ടില്ല? പെണ്ണ് കിട്ടില്ല. അപ്പം അതുകൊണ്ട് നീ വേറെ ജോലിക്ക് പോയിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് മതി ഇങ്ങനെ ഈ മേഖലയിലേക്ക് വരിക എന്ന് ഞാൻ ഉപദേശിച്ചു. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, എൻ്റെ മകനെന്നും കൂടി പറഞ്ഞു. ശരി, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് വേറൊരാചാര്യൻ സംസാരിക്കാൻ പോകുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇവിടെ പലതും ഞാൻ കേട്ടു, അതിനെപ്പറ്റി പരാമർശിക്കേണ്ട ആളല്ല ഞാൻ, പക്ഷേ പരാമർശിക്കാതിരിക്കാൻ വയ്യ, കാരണം ജനങ്ങൾ കേട്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ശരിയായി ഉപാസനാനിഷ്ഠയോടുകൂടി നിങ്ങൾ ചെയ്യുന്നുണ്ടോ, 1 അല്ല 1000 പെണ്ണുങ്ങൾ പിന്നാലെ ഓടി വരും. സ്വർണ്ണാണോ വേണ്ടത്? 10 പവൻ ആഗ്രഹിച്ചാൽ 10,000 പവൻ വരും. സ്വത്ത് വകകളെ ആഗ്രഹിച്ചോ? 1 ഏക്കർ ആഗ്രഹിച്ചോ 10,000 ഏക്കർ വരും. പെണ്ണിനെ ആഗ്രഹിച്ചോ? 1 പെണ്ണിനെ ആഗ്രഹിച്ചോ 1000 പെണ്ണ് പിന്നാലെ വരും. നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യില്ല, ചെയ്യണതിലോട്ട് വിശ്വാസവും ഇല്ല, ദൃഢനിഷ്ഠയില്ല, അതുകൊണ്ട് ഒന്നും കിട്ടണമില്ല. ഇത് അദ്ദേഹം പറഞ്ഞപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഹാളിൻ്റെ അന്തരീക്ഷം തന്നെ മാറി ഒരു സാധനാ മാർഗത്തിലേക്ക്, അതിൻ്റെ മഹിമയിലേക്ക് ഒരു താത്പര്യമുള്ള സദസ്സായി ഇരിക്കുന്നവർ മുഴുവൻ മാറി. ഇവിടെ പെണ്ണ് എന്നുള്ളത് ആണാക്കണേ. സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ ഒരാണിനെ ആഗ്രഹിച്ചാൽ 1000 ആണ് വരും. പറഞ്ഞതർത്ഥം മനസ്സിലാക്കുക. എന്നാൽ ഇവിടെ ഈ ആത്മാനമനുവിദ്യ വിജാനാദി അവനൊന്നും ആഗ്രഹിക്കണില്ല. നീ എന്തെങ്കിലും ഒന്ന് എന്താഗ്രഹിക്കാൻ? അത്ര വലിയ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളാണ്ട് ആഗ്രഹിച്ചോളൂ, അല്ലാണ്ടെന്താ? എനിക്കൊന്നും ആഗ്രഹിക്കാനില്ല. ഇതാണ് വാസ്തവം. പക്ഷേ അയാളുടെ സർവകാമാപ്തി എന്നുള്ള ഫലത്തെ പറയാൻ വേണ്ടി ശ്രുതി ഇപ്രകാരം പറയുന്നു എന്ന് മനസ്സിലാക്കണം. നോക്കൂ, അതാണ് യാതൊരുവൻ യഹ ഏതം ആത്മാനം അനുവിദ്യ വിജാനാതി സഹ സർവാൻ ലോകാൻ സർവാംശ്ച കാമാൻ അവാപ്നോതി. എല്ലാ ലോകങ്ങളെയും എല്ലാ കാമങ്ങളെയും നേടുന്നു. ഇത് പ്രജാപതി രുവാച്ച്. പ്രജാപതി പറഞ്ഞു, പ്രജാപതി രുവാച്ച്, പ്രജാപതി പറഞ്ഞു. ആവർത്തനം ഉപദേശഭാഗത്തിൻ്റെ ഉപസംഹാരത്തെ കാണിക്കാൻ.
നോക്കൂ, ആദ്യത്തേത് ദേവന്മാരുടെ ഇത് പറയുന്ന വിഷയമാണ്. ഏതേ ബ്രഹ്മലോകേ ദേവാഹ ആത്മാനമുപാസതേ തേ സർവേ ലോകാഹ ആത്താഹ സർവേ ച കാമാഹ ആത്താഹ. ദേവന്മാരെ പറയുന്നതാണ്. അതുകൊണ്ട് നമുക്ക് കാര്യമില്ല. എൻ്റെ അധ്യാപകൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റാങ്ക് കിട്ടിയ ആളാന്ന് പറഞ്ഞിട്ട് എനിക്കെന്ത് കാര്യമുള്ളത് ഉണ്ടോ? വല്ല കാര്യമുണ്ടോ? അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ വയറ് നിറച്ച് ചാപ്പാട് അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്കെന്ത് ഗുണമുള്ളത്? ദേവന്മാർ എല്ലാത്തിനെയും നേടിയെന്ന് പറഞ്ഞിട്ട് എനിക്കെന്ത് ഗുണമുള്ളത്? അപ്പം ഞാൻ പറയും, ഭഗവാനേ അങ്ങയുടെ കയ്യിൽ ശംഖമുണ്ട്, ചക്രമുണ്ട്, ഗതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വല്ല കാര്യമുണ്ടോ? എൻ്റെ കയ്യിൽ ശംഖമില്ല, ചക്രമില്ല, ഗതയില്ല. പിന്നെ പറയുമ്പോൾ ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ. അപ്പം ദേവന്മാരിതിനെ നേടിയെന്ന് പറഞ്ഞുകൊണ്ട് പ്രയോജനമില്ല. പിന്നെന്താണ്? നമ്മൾ യാവരാണോ, അതാണ്, ആരായാലും കൊള്ളാം, സർവാംശ ലോകാൻ ആപ്നോതി സർവാംശ കാമാൻ ആപ്നോതി യഹ തം ആത്മാനമനുവിദ്യ വിജാനാതി. അവിടെയാണ് ശ്രദ്ധേയം, അവിടെയാണ് ശ്രദ്ധേയം. സർവാംശ കാമാൻ ആപ്നോതി യഹ ആത്മാനമനുവിദ്യ വിജാനാതി. ഇതാണ് സാധകനോടുള്ള ഉപദേശം. ഇത് പ്രജാപതിരുവാച പ്രജാപതിരുവാച. ഉപദേശ ഉപസംഹാരം കാണിക്കാൻ ആവർത്തനം. നോക്കൂ ഇതിൻ്റെ ഭാഷ്യം. ഏതേ ബ്രഹ്മണി ലോകേ ഹിരണ്യനിധിവത് ബാഹ്യവിഷയാസംഗ അനിർദേന അപിഹിതാഃ സങ്കല്പമാത്ര ലഭ്യാഃ താൻ ഇത്യർത്ഥഃ. യസ്മാത് ഏഷ ഇന്ദ്രായ പ്രജാപതിനാ ഉക്തഃ ആത്മാ തസ്മാത് തതഃ ശ്രുത്വാ തം ആത്മാനം അദ്യത്വേ അപി ദേവാഃ ഉപാസത്തെ തദുപാസനാച്ച തേഷാം സർവേ ച ലോകാഃ ആത്താഃ പ്രാപ്താഃ സർവേ ച കാമാഃ. യദർത്ഥം ഹി ഇന്ദ്ര 100 വർഷാണി പ്രജാപതൗ ബ്രഹ്മചര്യമുവാസ തത്ഫലം പ്രാപ്തം ദേവൈഃ ഇത്യഭിപ്രായഃ. തദ്യുക്തം ദേവാനാം മഹാഭാഗ്യത്വാത് നതു ഇദാനീം മനുഷ്യാണാം അല്പജീവിതത്വാത് മന്ദതരപ്രജ്ഞത്വാത് ച സംഭവതീതി പ്രാപ്തേ ഇദമുച്യതേ. സർവാംശ ലോകാനാപ്നോതി സർവാംശ കാമാൻ ഇദാനീന്തനഃ അപി കോ അസൗ ഇന്ദ്രാദിവത് യഹ തം ആത്മാനമനുവിദ്യ വിജാനാതീതി സാമാന്യേന കില പ്രജാപതിരുവാച. അതഃ സർവേഷാം ആത്മജ്ഞാനം തദ്ഫലപ്രാപ്തിശ്ച തുല്യാ ഏവ ഭവതി ഇത്യർത്ഥഃ. ദ്വിവചനം പ്രകരണസമാപ്ത്യർത്ഥം. നോക്കൂ, ഏതേ ബ്രഹ്മണി ലോകേ ഹിരണ്യനിധിവത് ബാഹ്യവിഷയാസംഗാനൃതേന അപിഹിതാഃ സങ്കല്പമാത്രലഭ്യാഃ താൻ ഇത്യർത്ഥഃ. യസ്മാത് ഏഷഃ ഇന്ദ്രായ പ്രജാപതിനാ ഉക്തഃ ആത്മാ തസ്മാത് തതഃ ശ്രുത്വാ തം ആത്മാനം അദ്യത്വേ അപി ദേവാഃ ഉപാസത്തെ തദുപാസനാ ച തേഷാം സർവേ ച ലോകാഃ ആത്താഃ പ്രാപ്താഃ സർവേ ച കാമാഃ. യദർത്ഥം ഹി ഇന്ദ്രഃ 100 വർഷാണി പ്രജാപതൗ ബ്രഹ്മചര്യം ഉവാസ തത്ഫലം പ്രാപ്തം ദേവൈഃ ഇത്യഭിപ്രായഃ. നോക്കൂ, ഈ ബ്രഹ്മണി ലോകേ ബ്രഹ്മലോകത്തിൽ
നിവസിക്കുന്നവരായ ദേവന്മാർ, അല്ലെങ്കിൽ ബ്രഹ്മലോകത്തിലുള്ളത്. എന്താണ്? ഹിരണ്യനിധിവത്, ഹിരണ്യനിധി പോലെ, ഹിരണ്യനിധി സ്വർണനിധി പോലെ ബാഹ്യവിഷയാസംഗാനൃതയനഭിഹിതാഹ. ഹിരണ്യനിധി ഏതാണ്? ഹിരണ്യനിധി ആരും മനസ്സിലാക്കണില്ല. ഹിരണ്യനിധിയുടെ മുകളിൽ കൂടെ നമ്മൾ നടന്നു വരും, ഇല്ലേ? ഇല്ല? 5 പൈസ തരണേ, 10 പൈസ തരണേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നടക്കും. ചിലപ്പോൾ ഇരിക്കണത് അവിടെയാവും. എന്ത്? ഭിക്ഷ യാചിക്കുമ്പോൾ വല്ലതും തരണേ പറഞ്ഞിരിക്കണത് ചിലപ്പോൾ നിധിൻ്റെ മുകളിലാവും. കാരണം നിധി മറയ്ക്കപ്പെട്ടിരിക്കുന്നു. നമ്മളറിയില്ല. അത് മണ്ണ്, കല്ല്, പലതിനെ കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി കല്ല്, മണ്ണ് ഒന്നും വേണ്ട, അല്ലാണ്ട് തന്നെ അറിയില്ലാച്ചാ നിധിയാണെന്നറിയോ? അറിയണ ആൾക്കല്ലേ നിധിയാണെന്നറിയുള്ളൂ. നമ്മൾ തന്നെ ഇവിടെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കഥയല്ല, ഉണ്ടായ സംഭവമാണ്. ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ്. ഒരു ഒഴിഞ്ഞ തകർന്നു കിടക്കുന്ന ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ ചുറ്റും വലിയ പറമ്പാ. അവിടെ പശുവിനെ കെട്ടാൻ വേണ്ടി ഒരമ്മ വന്നിട്ട് ആടിനെ കെട്ടാൻ വേണ്ടിയിട്ട്, പശുവല്ല ആടിനെ കെട്ടാൻ വേണ്ടി അമ്മ വന്നിട്ട് ഒരു കുറ്റി മേടി കെട്ടി. ഇത് കഥയല്ല. കുറച്ച് ദൂരെ ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ അമ്മ കുറ്റി മേടി കെട്ടിയിട്ട് ആ മേടാൻ ഉപയോഗിച്ച കല്ലാണ്ട് വലിച്ചെറിഞ്ഞ് അവർ പോയി എന്ന് ഉറപ്പിച്ചപ്പോൾ ഇയാൾ മെല്ലെ വന്ന് അതെടുത്ത് കൊണ്ടുപോയി. അതീവ സമ്പന്നന്മാരായി തീർന്നു ആ കുടുംബം. വലിയ കട്ടയാണ് സ്വർണത്തിൻ്റെ. അത് മണ്ണ് പിടിച്ച് മൂടിക്കിടക്കുകയാണ്. അത് ഈ അമ്മയ്ക്ക് മനസ്സിലായില്ല. എന്താ ശബ്ദം കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി എന്താന്ന്. ഇദ്ദേഹം സ്വർണ്ണജ്ഞാനിയാണ്. അങ്ങനെ അവർ വലിയ സമ്പന്നന്മാരായി തീർന്നു. ഇപ്പോഴും ഉണ്ട് ആ കുടുംബം. ഒരു 5-6 ജ്വല്ലറികളൊക്കെ തുടങ്ങി. ഞാനവരെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. ഒരു പരിപാടിക്ക് പോയപ്പോൾ. അപ്പോൾ ഈ അമ്മ അതുകൊണ്ടാണ് ആടിനെ കെട്ടാൻ അടിച്ചത്. അത് സ്വർണ്ണം അവർക്കറിയോ? അവർക്കറിയില്ല. എന്നാൽ ശബ്ദം കേട്ടപ്പോൾ മറ്റേയാൾക്ക് മനസ്സിലായി സംഗതി. അവർ ചിലപ്പോൾ വിചാരിച്ച എന്തോ ലോഹാന്ന് വിചാരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ലോഹമിശ്രമായ കല്ലാന്ന് വിചാരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കല്ലാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അറിയുന്ന ആൾക്കേ അറിയുള്ളൂ, അറിയാത്ത ആൾക്ക് അറിയില്ല. അപ്പം നിധി, ആ നിധിയുടെ മുകളിൽ കൂടിയാണ് നടക്കുന്നത്. എന്നാൽ നിധിയെന്ന് അറിഞ്ഞപ്പോൾ അതിനെ ഉപാസിച്ചു. അതുപോലെ ബാഹ്യവിഷയാസംഗമാകുന്ന അനൃതങ്ങളാൽ മൂടപ്പെട്ട നിധി. ബാഹ്യവിഷയാസംഗം, ബാഹ്യങ്ങളായ വിഷയങ്ങളിലുള്ള ആസംഗങ്ങൾ. ആസംഗം വർദ്ധിച്ച സംഘം. പലതിനോട് എനിക്കത് വേണം, ഇത് വേണം, ആണ് വേണം, പെണ്ണ് വേണം, പണം വേണം, സ്ഥാനം വേണം, മാനം വേണം, പദവി വേണം, പലത് ഇന്നതൊന്നുമില്ല. ഇതൊക്കെ നേടി വിചാരിച്ചോളൂ. എന്നാലോ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം വേണം, സ്വർഗത്തിൽ അതും ഇതൊക്കെ വേണം. ഇതൊക്കെയാണ് വേണ്ടത്. ഓരോരുത്തർ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞത് കേട്ടാൽ നമ്മൾ വിചാരിക്കും ഇപ്പം അനുഭവിച്ച് വന്നിരിക്കുകയെന്ന്. എന്തൊരു കഷ്ടമെന്നല്ല ഇല്ലേ? അതെ, ഹൂറികൾ വരുന്നത്, കുപ്പിയിൽ തരുന്നത്, ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞ കേട്ട് അവനത് അനുഭവിച്ച് വരിക എന്ന് വിചാരിക്കും. ഇങ്ങനെ പറയുകയെന്നെ. ഗന്ധർവന്മാർ പാട്ട് പാടുന്നു, അപ്സരസുകൾ നൃത്തം ചെയ്യുന്നു, തിന്നാനും കുടിക്കാനൊക്കെ എന്തൊക്കെയാണ് വകകൾ. അത് ചമത്കാരപൂർണ്ണം അങ്ങനെ പറയും. ഇങ്ങനെയുള്ള ഐഹികവും പാരത്രികവുമായിരിക്കുന്ന വിഷയങ്ങളോടുള്ള ആസംഗം, എൻ്റെ അതാണ് മേ അല്ലേ? തന്നെയാണ്.
അതങ്ങനെ കരഞ്ഞ് അപ്പോൾ പിന്നെ കരഞ്ഞ് ശീലിച്ചാൽ പിന്നെ അടുത്ത ജന്മത്തിലും മേമയെന്ന് തന്നെ. അതൊന്നും കൂടി ഒന്ന് പരിഷ്കരിച്ചിട്ടൊന്ന് താളാത്മകമായിട്ടാക്കിയാൽ നോക്കിയാവും അല്ലേ? അല്ലാതെന്താ, അത്രയേ ഉള്ളൂ. അങ്ങനെ അനൃതമായിരിക്കുന്ന ആസംഗം കൊണ്ട് അതുകൊണ്ട് മൂടപ്പെട്ടു, മറയ്ക്കപ്പെട്ടു പരമാർത്ഥ സത്യം. ആ പരമാർത്ഥ സത്യത്തെ അതിനെ ഉപാസിക്കുന്നു. സങ്കല്പമാത്ര ലഭ്യഹ താൻ, സങ്കല്പമാത്ര ലഭ്യങ്ങളായിരിക്കുന്ന അതിനെ, അത് മൂടപ്പെട്ടിരിക്കുക ഈ അനൃതമായിരിക്കുന്നതിനെ കൊണ്ട്. യസ്മാത് ഏഷഃ ഇന്ദ്രായ പ്രജാപതിന ഉക്തഹാത്മാ, ഈ ആത്മാവ് അങ്ങനെയുള്ള നിധി സ്വരൂപം പ്രജാപതിയാൽ ഇന്ദ്രന് വേണ്ടി ഉപദേശിക്കപ്പെട്ടു ഇല്ലേ? ഇന്ദ്രന് വേണ്ടി ബ്രഹ്മാവിനാൽ ഉപദേശിക്കപ്പെട്ടു. ചരിത്രം മറന്നു പോകരുത്, ഈ അധ്യായത്തിൻ്റെ ആരംഭം മുതലുള്ളത്. തസ്മാത് തതഃ ശ്രുത്വ, ആ ഇന്ദ്രനിൽ നിന്ന് കേട്ടു. ആര്? മറ്റ് ദേവന്മാരൊക്കെ. ഇന്ദ്രൻ വന്നത് സ്വയം വന്നതല്ലല്ലോ. ദേവന്മാർ അഗ്നിയെ പറഞ്ഞയച്ചു സത്യം മനസ്സിലാക്കി വരാൻ. അങ്ങനെ ദേവലോകത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ആര് പോയത്? ഇന്ദ്രൻ പോയത്. അസുരലോകത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് പോയത് വിരോചനൻ പോയത്. അങ്ങനെ വിരോചനൻ അസുരലോകത്തിൻ്റെയും ദേവേന്ദ്രൻ ദേവലോകത്തിൻ്റെയും പ്രതിനിധിയായി പോയിട്ട് ഉപദേശമാത്രത്തിൽ ജ്ഞാനിയായെന്ന് തെറ്റിദ്ധരിച്ച വിരോചനൻ പോയി ഉപദേശം കൊടുത്തു. എല്ലാവരെയും വിളിച്ച് ഉപദേശിച്ചു. അങ്ങനെയാണ് വേദാന്തം കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ സർവജ്ഞനാണെന്നുള്ള തോന്നൽ വരും. ഞാൻ എല്ലാം അറിഞ്ഞു. ഇതാണ് ഈ പാട്ട് പഠിച്ച് തുടങ്ങണ കുട്ടികളെ കണ്ടറിയാം. അവർ പാടിക്കൊണ്ടേ നടക്കും. ഡാൻസ് പഠിച്ച് തുടങ്ങണ കുട്ടികളെ കണ്ടറിയാം. എന്താണ് കൈയും കാലും കൊണ്ടൊക്കെ കളിച്ച് ഇങ്ങനെ കണ്ടറിയാം ഡാൻസ് പഠിക്കുന്ന കുട്ടികളാണ്. മോള് ഡാൻസ് പഠിക്കുന്നില്ലേ? ഉണ്ട്. മോൻ ഡാൻസ് പഠിക്കുന്നില്ല? ഉണ്ടല്ലോ. എത്ര കാലമായി? 3 മാസമായി. ഓ ശരി. എന്നാൽ അതിൽ ഉപസ്ഥിതി വന്നാലോ? ഉപസ്ഥിതി വന്നാൽ എന്ത്? ഒന്നുമില്ല. ഇതുപോലെ തന്നെ അഭ്യാസങ്ങളൊക്കെ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ, കളരിയോ കരാട്ടയോ കുങ്ഫോ ജൂഡോ ഏതായാലും കുഴപ്പമില്ല, പഠിച്ചു തുടങ്ങണ സമയത്ത് ഞാൻ 10 എണ്ണത്തിനെപ്പോൾ വീഴ്ത്താന്നുള്ള മട്ടിലുണ്ടാവുക. പക്ഷെ പഠിച്ച് നല്ല ഉപസ്ഥിതി വന്നാലോ ശാന്തനായി. അതെ, ഏത് മേഖല ഇങ്ങനെ. വേദാന്തം അങ്ങനെ തന്നെയാണ്. പഠിച്ചു തുടങ്ങുമ്പോൾ 4 ആളോട് ബ്രഹ്മവിദ്യയെക്കുറിച്ച് പറയാണ്ട് നിവൃത്തി ഉണ്ടാവില്ല. ബ്രഹ്മം സച്ചിദാനന്ദമാണ്. യഥോ വാ ഇമാനി ഭൂതാനി ജായന്തേ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ ഉപസ്ഥിതി വന്നാലോ ശാന്ത നിരിന്ധന ഇവാനല്ല. അത്രയേ ഉള്ളൂ. ചിന്തിക്കുക. അപ്പോൾ വിരോചനന് അടക്കി വെക്കാൻ കഴിഞ്ഞില്ല. അയാൾ ഉപദേശിച്ചു. അങ്ങനെ അസുരന്മാർക്കൊക്കെ വൈരോചനി ഉപനിഷത്ത് ലഭിച്ചു. വൈരോചനി ഉപനിഷത്ത് ഞാൻ തേടി ആരും പോണ്ടേ. പണ്ടൊരിക്കലും ഇവിടുന്ന് ഇതേ അദ്വൈതാശ്രമത്തിൽ നിന്ന് നമ്മൾ വൈരോചനി ഉപനിഷത്തിനെ കുറിച്ച് പറഞ്ഞു കിട്ടുമോ. കുറച്ചു കാലം കഴിഞ്ഞ ഒരാൾ വന്നു, ഞാൻ സ്വാമി പല സ്ഥലത്തും പോയി കിട്ടിയിട്ടില്ല. രാമകൃഷ്ണാശ്രമത്തിൽ പോയി ചോദിച്ചു, അവിടെ ഇല്ല. എവിടുന്നാണ് കിട്ടുക? അത് അസുരലോകത്ത് പോണ്ടി ഇരുന്നാലേ കിട്ടും. അങ്ങനെ ഉപനിഷത്തുണ്ടെന്ന് അയാൾ വിചാരിച്ചത്. എന്താ ചെയ്യുക? അത് അങ്ങനെ ഉപനിഷത്തുണ്ടെന്ന് ആരും വിചാരിക്കണ്ട. വിരോചനാൽ ഉപദേശിക്കപ്പെട്ട ഉപനിഷത്താണ് വൈരോചനി ഉപനിഷത്ത്. അതെന്താണ്? ശരീരം തന്നെയാണ് ആത്മാവ്. അതാണ്. പക്ഷെ ഇന്ദ്രനാകട്ടെ ഉപദേശിക്കാൻ പോയതാ. മൈക്കെല്ലാം കെട്ടി സ്റ്റേജെല്ലാം ഫിറ്റ് ചെയ്തതാ. പക്ഷേ ഉപദേശിക്കുന്നതിന് മുമ്പ് സംശയം വന്നു, ഇതെങ്ങനെ ശരിയാവും. തിരിച്ചു വന്നു, സംശയം ചോദിച്ചു. 32 കൊല്ലം പോയി തപസ് ചെയ്യാനാണ് പറഞ്ഞത്.
32, 32, 32, 5. അങ്ങനെ 101 കൊല്ലം തപസ് ചെയ്ത് കേട്ടത് തന്നെ കേട്ട് ഇന്ദ്രൻ വിജ്ഞാനിയായി. അതാണ്. അപ്പോൾ ഇന്ദ്രൻ ദേവലോകത്ത് ചെന്നാൽ സ്വാഭാവികമായിട്ടും ദേവന്മാരെല്ലാം കൂടിയാണ്ട് പൊതിയും. എന്താ തത്വം പറഞ്ഞു തരുമോ? അങ്ങനെ ഇന്ദ്രനിൽ നിന്ന് അവരെല്ലാം മനസ്സിലാക്കി. അതാണ് തതഹ ശ്രുത്വ, ഇന്ദ്രനിൽ നിന്ന് കേട്ടിട്ട് ദേവന്മാരെല്ലാം ഉപാസിക്കാൻ തുടങ്ങി ആത്മാവിനെ. തം ആത്മാനം അദ്യത്വപി ദേവാഹ ഉപാസതേ. അദ്യത്വേ അപി, ഇന്നും. അദ്യത്വേ അപി, അദ്യ എന്ന് പറഞ്ഞാൽ ഇന്ന്. അദ്യത്വേ അപി, ഇന്നും ദേവന്മാർ ഉപാസിക്കുന്നു, ആത്മാവിനെ ഉപാസിക്കുന്നു. അതുകൊണ്ട് അവരെല്ലാ കാമങ്ങളും നേടി അങ്ങനെ കഴിയുകയാണ്. തദുപാസനച്ച തേഷാം സർവേച്ച ലോകാഹ ആത്താഹ പ്രാപ്താഹ സർവേച്ച കാമാഹ. ഈ ആത്മോപാസന കൊണ്ട് ദേവന്മാർ എല്ലാ കാമങ്ങളെയും നേടുന്നു, എല്ലാ ലോകങ്ങളെയും നേടുന്നു. യദർത്ഥം ഹി ഇന്ദ്രഃ 100 വർഷാണി പ്രജാപതോ ബ്രഹ്മചര്യമുവാസ. ഇതിനാണല്ലോ ഇന്ദ്രൻ 101 കൊല്ലം പ്രജാപതിയുടെ കൂടെ ബ്രഹ്മചര്യം പാലിച്ചു കൊണ്ട് കഴിഞ്ഞത്. നമ്മളാച്ചാൽ 32 കൊല്ലം പോയി തപസ് ചെയ്തിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞാൽ എന്താ പറയുക? എനിക്ക് വേറെ പണിയുണ്ട്, 32 കൊല്ലം നിങ്ങളുടെ കൂടെ തപസ് ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല, പെട്ടെന്ന് വല്ലതും പറഞ്ഞു തരാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ അല്ലേ? ഇത് 32, 32, 32 അങ്ങനെ 96ആയി. 5ഉം 101. അങ്ങനെ 100 വർഷാണി പ്രജാപതോ ബ്രഹ്മചര്യമുവാസ തദ്ഫലം പ്രാപ്തം ദേവൈഹി. അതിൻ്റെ ഫലം ദേവന്മാർ പ്രാപിച്ചു. ഇതിൽ എന്ത് മനസ്സിലാക്കണം? വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതിൻ്റെ ഫലം ദേവന്മാർ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം? വിജ്ഞാനിയായ ഒരു ഗുരുനാഥൻ്റെ ഉപദേശം ശ്രവിച്ച് അനേകായിരം പേർക്ക് പ്രയോജനം ഉണ്ടാവും. ഈ ദേവന്മാരെല്ലാവരും ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയിട്ട് ഉപദേശം കിട്ടിയിട്ടില്ല, ഇന്ദ്രനെ കിട്ടിയുള്ളൂ. ഇന്ദ്രനിൽ നിന്ന് അവർ മനസ്സിലാക്കി. ഇതുപോലെ തന്നെയാണ് ലോകവും. തപസ് ചെയ്ത് തത്വവിജ്ഞാനം നേടിയ ഒരു മഹാനിൽ നിന്ന് ശ്രവണം ചെയ്ത് മറ്റുള്ളവർക്കും അറിവ് നേടാം. അങ്ങനെ പോകും പരമ്പരാഗതമായിട്ട്. ഏവം പരമ്പരാപ്രാപ്തം അങ്ങനെ പോകും. ഇവിടെയാണ് പ്രസക്തമായ വിഷയത്തിലേക്ക് വരുന്നത്. നോക്കൂ, വായിച്ചിട്ടില്ല, നമുക്ക് വായിക്കാം. തദ് യുക്തം ദേവാനാം മഹാഭാഗ്യത്വാത് നതു ഇദാനീം മനുഷ്യാണാം അല്പജീവിതത്വാത് മന്ദതരപ്രജ്ഞത്വാത് ച സംഭവതി ഇതി പ്രാപ്തേ ഇദമുച്യതേ സഹ സർവാംശ്ച ലോകാൻ ആപ്നോതി സർവാംശ്ച കാമാൻ ഇദാനീന്തനഃ അപി കോസൗ ഇന്ദ്രാദിവത് യഹ തം ആത്മാനം അനുവിദ്യ വിജാനാതീതി ഹ സാമാന്യേന കില പ്രജാപതിഃ ഉവാച അതഃ സർവേഷാം ആത്മജ്ഞാനം തത്ഫലപ്രാപ്തിശ്ച തുല്യാ ഏവ ഭവതി ഇത്യർത്ഥഃ. ദുർവചനം പ്രകരണസമാപ്ത്യർത്ഥം. അപ്പോൾ ഇവിടെ വരുന്ന വിഷയം എന്താ ചോദിച്ചാൽ, അത് കൊള്ളാട്ടോ, ദേവന്മാർക്ക് അതൊക്കെ അറിയാൻ കഴിഞ്ഞു, അങ്ങനെയാ പറയുക അല്ലേ? ദേവന്മാർക്കത് ഒക്കെ അറിയാൻ കഴിഞ്ഞു. എന്തുകൊണ്ട്? മഹാഭാഗ്യത്വം. അവർ മഹാഭാഗ്യശാലികളാണ്, മഹാഭാഗന്മാരാണ് ദേവന്മാർ. അത്യന്ത മഹിമയുള്ളവരായതുകൊണ്ട് ദേവന്മാർക്കൊക്കെ അത് അറിയാൻ കഴിഞ്ഞു. എന്നാൽ മനുഷ്യന്മാർക്കൊന്നും അറിയാൻ കഴിയില്ല. മനുഷ്യാണാം അല്പജീവിതത്വം.
മനുഷ്യന്മാർ അല്പജീവിതമുള്ളവരാ. സാമാന്യ ദേവനെ നോക്കിക്കഴിഞ്ഞാൽ, സാമാന്യ ദേവൻ, ഇന്ദ്രനൊന്നുമല്ല, സാമാന്യമായിട്ടൊരു ദേവൻ്റെ ആയുസ് നോക്കിക്കഴിഞ്ഞാൽ എത്ര ഉണ്ട് മനുഷ്യനേക്കാൾ? നമ്മളൊന്ന് കൂട്ടി നോക്കുക. അവർക്കും നമുക്കും 100 വയസ്സാണ് ആയുസ്. പക്ഷേ അവരുടെ 100 വർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ 100 വർഷമല്ല. അപ്പം നമുക്ക് 100 വർഷമാണെങ്കിൽ നമ്മുടെ കണക്കിന് 36,000 കൊല്ലം അവർക്ക് ആയുസ്സുണ്ടാവും സാധാരണ ദേവന്. അവരൊക്കെ അങ്ങനെ വലിയ ഭാഗ്യശാലികൾ. നമ്മൾ അല്പ ആയുസ്സുള്ളവരല്ലേ, പിന്നെ അല്പപ്രജ്ഞയുള്ളവരല്ലേ. മനുഷ്യന്മാരൊക്കെ അല്പപ്രജ്ഞയുള്ളൂ, അല്പബുദ്ധിയുള്ളൂ, നമുക്ക് അല്പായുസേ ഉള്ളൂ. അപ്പോൾ മാത്രമല്ല മനുഷ്യന്മാരൊക്കെ അത്രയേ ഉള്ളൂന്നേ. അതുകൊണ്ട് മനുഷ്യന്മാർക്കൊന്നും ഈ ആത്മജ്ഞാനം നേടാൻ കഴിയില്ല. അതൊക്കെ ദേവന്മാർക്കേ കഴിയുള്ളൂ എന്ന് വന്നപ്പോൾ പറയുന്നു തെറ്റ്, ശരിയല്ല നിങ്ങൾ പറഞ്ഞത്. സഹ സർവാംശ്ച കാമാൻ സർവാംശ്ച ലോകാൻ ആപ്നോതി, അവൻ എല്ലാ കാമങ്ങളെയും എല്ലാ ലോകങ്ങളെയും നേടുന്നു. ഇദാനീം തനഹാപി, ഇപ്പോൾ ഉള്ളവനും ഇക്കാലത്ത് ജീവിക്കുന്നവനും. ഏതൊരു മനുഷ്യനായാലും, ഇപ്പോൾ ജീവിക്കുന്നതായ മനുഷ്യനായാലും ഇന്ദ്രനെ പോലെ ഈ ആത്മാനം അനുവിദ്യ വിജാനാതി സാമാന്യേന കില പ്രജാപതിരുവാച് എന്ന് സാമാന്യമായി പ്രജാപതി പറഞ്ഞു. എന്ന് വെച്ചാൽ എന്താർത്ഥം? ഇക്കാലത്ത് ജീവിക്കുന്ന മനുഷ്യന്മാരായാലും എക്കാലത്ത് ജീവിക്കുന്ന മനുഷ്യന്മാരായാലും ഇന്ദ്രനെ പോലെ ഈ ആത്മാവിനെ അന്വേഷിച്ച് നേടിയാൽ അവർ ആത്മജ്ഞാനികളായി. എന്താ ഇന്ദ്രനെ പോലെ എന്ന് പറഞ്ഞാൽ? അറിഞ്ഞേ മടങ്ങൂ എന്നുള്ള നിലയ്ക്ക്. ഗുരുനാഥൻ നിർദ്ദേശിച്ചു 32 കൊല്ലം തപസ് ചെയ്യൂ, 32 കൊല്ലം തപസ് ചെയ്യൂ, 32 കൊല്ലം തപസ് ചെയ്യൂ, 5 കൊല്ലം തപസ് ചെയ്യൂ. അങ്ങനെ ഗുരുനാഥൻ്റെ നിർദ്ദേശം അനുസരിച്ച് ശ്രവണം ചെയ്ത് മനന നിധ്യാസങ്ങളിലൂടെ ആര് അറിയുന്നുവോ അവൻ അറിയുന്നു. അല്ലാതെ ദേവന്മാർക്ക് മാത്രമൊന്നുമല്ല ആത്മജ്ഞാനം. ഇത് പണ്ട് കാലത്തുള്ള എന്തോ അല്ല ആത്മജ്ഞാനം. ഇദാനീം തനഹാപി, ഇന്നുള്ളവരും ആത്മജ്ഞാനവാന്മാരാകുന്നു. എല്ലാ മനുഷ്യർക്കും ഈ ജ്ഞാനത്തിനുള്ള യോഗ്യത ഉണ്ട്. ഇവിടെ ആണെന്നോ പെട്ടെന്നോ നപുംസകമെന്നോ ഉഭയലിംഗിയെന്നോ ഒരു വ്യത്യാസവും ഇല്ല. മനുഷ്യനാണോ ആത്മജ്ഞാനത്തിന് അധികാരമുണ്ട്. ഇവിടെ ഒരു പരിമിതിയില്ല. ഇത് ദേവന്മാർക്ക് മാത്രമുള്ളതാണ് എങ്കിൽ മനുഷ്യന്മാർക്ക് ഈ പുസ്തകം കൊടുക്കണോ? ഇതൊക്കെ എഴുതി തന്ന മനുഷ്യന്മാരല്ലേ ഋഷിമാർ. ദേവന്മാർക്കുള്ള ഫലമാണെങ്കിൽ ഇവിടെ പറയേണ്ട ആവശ്യമുണ്ടോ? ചിന്തിക്കുക. ഒരാൾ പറയുകയാണ് ഇതൊന്നും നിനക്ക് മനസ്സിലാവില്ലടോ, പിന്നെ എന്തിനാ നീ എന്നോട് പറയാനിരിക്കണത്? എനിക്ക് മനസ്സിലാവണ വല്ലതും പറഞ്ഞു തന്നാൽ പോരെ. അപ്പോൾ ആചാര്യൻ അത്യന്തമായ കൃപ കൊണ്ട് ഉപദേശിച്ചു എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് നമ്മളൊക്കെ ഇതിന് അധികാരികളാണ്. ഇനി ഇവിടെ മറ്റൊരധികാരം ആവശ്യമില്ല. മനുഷ്യരാണോ ആത്മജ്ഞാനത്തിന് അധികാരികളാണ്. അതാണ് അതഃ സർവേഷാം ആത്മജ്ഞാനം തത്ഫലപ്രാപ്തിശ്ച തുല്യായവ. അതുകൊണ്ട് എല്ലാവർക്കും ആത്മജ്ഞാനവും അതിൻ്റെ ഫലവും തുല്യമാണ്, അതിൻ്റെ അധികാരം തുല്യമാണ്. ഇവിടെ പ്രത്യേകിച്ചൊരു യോഗ്യതയ്ക്ക് വേറൊന്നും വേണ്ട. സർവേഷാം എഴുതി വയ്ക്കുക മനസ്സിലും പുസ്തകത്തിലും ഒക്കെ. കാരണം പലപ്പോഴും അധികാരിവാദങ്ങൾ മറ്റു പലതും നമ്മൾ കേൾക്കുമ്പോൾ ഭഗവാൻ ഭാഷ്യകാരൻ വളരെ നിരൂപണം ചെയ്ത് ഛാന്തോക്യത്തിൽ പറഞ്ഞ ഈ വാക്യം നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. സർവേഷാം ആത്മജ്ഞാനം തത്ഫലപ്രാപ്തിശ്ച തുല്യായവ. ആത്മജ്ഞാനവും തത്ഫലപ്രാപ്തിയും എല്ലാവർക്കും തുല്യമാണ്, ഒരു ഭേദമില്ല. എല്ലാവരും അധികാരികളാണ്. ഞങ്ങൾ കുറച്ചു പേരാണ് ഇതിന് അധികാരികൾ, നിങ്ങളല്ല, അത് പറയാൻ പറ്റില്ല. പക്ഷേ
അറിയണമെന്നുള്ള അദമ്യമായ ഇച്ഛ മാത്രം കൊണ്ട് പ്രയോജനമില്ല, അറിയാനുള്ള പ്രവൃത്തി. അപ്പോൾ ഇച്ഛയും പ്രവൃത്തിയും ഒരുപോലെ വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നിശ്ചയമായും ജ്ഞാനശക്തി പ്രകടമാകും. ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി സ്വരൂപിണി എന്ന് പറയുമ്പോൾ ആ ഇച്ഛയും ക്രിയയും ഉണ്ടെങ്കിൽ ജ്ഞാനം പ്രകടമാവുക തന്നെ ചെയ്യും, സംശയമില്ല. അപ്പോൾ നമുക്ക് അത്ര വലിയ ഇച്ഛ ഉണ്ടാവില്ല. ഇനി ഇച്ഛ ഉണ്ടെങ്കിലോ ക്രിയയിൽ പരിശ്രമിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് ഉണ്ടാവില്ല. അപ്പം നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് ഒഴിഞ്ഞു മാറും. ഒക്കെ വലിയ വലിയ ആൾക്കാർക്ക് പറ്റണ്ട. നമ്മളൊക്കെ സാധാരണക്കാരല്ലേ എന്ന് പലരും ചോദിക്കും. പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട്, ഇതൊക്കെ സാധാരണക്കാരല്ല, അസാധാരണക്കാരാരാളെ ആരാണ് അസാധാരണക്കാരൻ? പറയും, ആരാ അസാധാരണക്കാരനെന്ന് നമ്മുടെ തലത്തിൽ നിന്ന് ഇപ്പം നോക്കുമ്പം തോന്നുന്നുണ്ടെങ്കിൽ അവരും സാധാരണക്കാരനായി തന്നെ സാധന ചെയ്ത് ഉയർന്നവനാ. അല്ലാത്ത ആരുമില്ല. അതുകൊണ്ട് ഈ വാക്യം അതഃ സർവേഷാം ആത്മജ്ഞാനം തത് ഫലപ്രാപ്തിശ്ച തുല്യായേവ ഭവതീത്യർത്ഥഃ എന്നുള്ളത് എല്ലാവരും ഓർമ്മിക്കുക. വ്യക്തമാണല്ലോ ഇല്ലേ? ഇതാണ് മുഖ്യം. ദ്വിവചനം പ്രകരണ പരിസമാപ്ത്യർത്ഥം. 2 പ്രാവശ്യം പറഞ്ഞത് ഈ പ്രകരണം പരിസമാപിപ്പിക്കാൻ വേണ്ടിയാണ്. ഈ പ്രകരണം കഴിഞ്ഞു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്നർത്ഥം. നോക്കൂ, ശ്യാമാച്ഛബലം പ്രപദ്യേ ശബലാച്ഛ്യാമം പ്രപദ്യേ അശ്വ ഇവ രോമാണി വിധൂയ പാപം ചന്ദ്ര ഇവ രാഹോർമുഖാത് പ്രമുച്യ ധൂത്വാ ശരീരമകൃതം കൃതാത്മാ ബ്രഹ്മലോകമഭിസംഭവാമി ഇത്യഭിസംഭവാമി. ഈ പ്രജാപതിയും ഇന്ദ്രവിരോചനന്മാരും ഉള്ളത് കഴിഞ്ഞു കിട്ടോ? അതാണ് ദ്വിവചനം 2 പ്രാവശ്യം പറഞ്ഞത്. അത് കഴിഞ്ഞു എന്ന് കാണിക്കാനാ. ശ്യാമാച്ഛബലം പ്രപദ്യേ ശബലാച്ഛ്യാമം പ്രപദ്യേ അശ്വ ഇവ രോമാണി വിധൂയ പാപം ചന്ദ്ര ഇവ രാഹോർമുഖാത് പ്രമുച്യ ധൂത്വാ ശരീരമകൃതം കൃതാത്മാ ബ്രഹ്മലോകമഭിസംഭവാമി ഇത്യഭിസംഭവാമി ഇതി. കുറച്ചൊരു നിഗൂഢമാണ് ഇതിൻ്റെ ഭാഷ. ശ്യാമാച്ഛബലം പ്രപദ്യേ, ശ്യാമത്തിൽ നിന്ന് ഞാൻ ശബലത്തെ പ്രാപിക്കുന്നു എന്നാണ്. കുറച്ചൊരു നിഗൂഢ ഭാഷയാണ്. ശ്യാമം ഇരുണ്ടത് ശ്യാമം. പറഞ്ഞ് കറുത്തതിനെയും ശ്യാമെന്ന് പറയാറുണ്ട്. കറുത്തവനെ ശ്യാമഹ എന്ന് പറയാറുണ്ട്. ശ്യാമൻ ശ്രീകൃഷ്ണൻ്റെ പേരായിട്ട് ശ്യാമൻ. ശ്യാമ കാളിയുടെ പേരായിട്ട് ഇല്ലേ? ശ്യാമ എന്ന് പറഞ്ഞാൽ കാളി. ശ്യാമ എന്നതിന് വേറെ അനേക അർത്ഥമുണ്ടേ. വിവിധ ശാസ്ത്രങ്ങളിൽ ശ്യാമ ശബ്ദത്തിന് വിവിധ അർത്ഥങ്ങളുണ്ട്. ശ്യാമ എങ്കിലും സാമാന്യമായിട്ട് കാളി, ഭദ്രകാളി എന്ന് പറയാം. ശ്യാമഹ എന്ന് പറഞ്ഞാലോ കൃഷ്ണൻ.
അത് ശ്യാമകൃഷ്ണൻ വളരെ പ്രസിദ്ധനല്ലേ, ശ്യാമ എന്നുള്ള പേര്, ശ്യാമസുന്ദരൻ എന്നൊക്കെ നമ്മൾ കൃഷ്ണനെ പറയാറുണ്ട്. ശ്യാമസുന്ദരൻ. ശ്യാമവർണം സൗന്ദര്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഭാവമാണ്. കാലം പോയി പോയി അടിമകളായി നമ്മൾ തീർന്നപ്പോൾ സായിപ്പിൻ്റെ വർണ്ണമാണ് സൗന്ദര്യം എന്ന് തെറ്റിദ്ധരിക്കുന്നവരായി നമ്മൾ. ഇവിടെ ഏറ്റവും വലിയ സുന്ദരൻ ശ്യാമനാ, കൃഷ്ണൻ, കറുത്തവൻ. രാമനും അതെ, ജീമൂതശ്യാമ, കരിമേഘം പോലെ കറുത്തവനാണ് രാമൻ. ഒക്കെ വലിയ വലിയ സുന്ദരന്മാർ. ശ്യാമ. അപ്പം ഇവിടെ അത് നടന്നും പോണ്ട, ഇരുണ്ടാന്ന് അർത്ഥം എടുത്താൽ മതി. അപ്പം ഇരുണ്ടതിൽ നിന്ന് ശ്യാമാത്, ഇരുണ്ടതിൽ നിന്ന് ശബലം, ശബലമായതിനെ, മനോഹരമായതിനെ പ്രപദ്യേ, ഞാൻ പ്രാപിക്കുന്നു. ശബലാത്, ശബലമായതിൽ നിന്ന് ശ്യാമമായതിനെ ഞാൻ പ്രാപിക്കുന്നു. അപ്പം നോക്കൂ, ശ്യാമമായതിൽ നിന്ന് ഞാൻ ശബലത്തെ പ്രാപിക്കുന്നു, ശബലമായതിൽ നിന്ന് ഞാൻ ശ്യാമത്തെ പ്രാപിക്കുന്നു. എപ്രകാരമാണോ രോമമെല്ലാം നീക്കി കുതിര നിലകൊള്ളുന്നത്, രാഹുവിൻ്റെ മുഖത്തിൽ നിന്ന് മുക്തനായി ചന്ദ്രൻ നിലകൊള്ളുന്നത്, അപ്പോൾ ജീർണിച്ച രോമമൊക്കെ കൊഴിച്ച് കുതിര നല്ല ഉഷാറായിട്ട് നിൽക്കുന്നു. രാഹുവിൻ്റെ മുഖത്തുനിന്ന് രക്ഷപ്പെട്ടിട്ട് ചന്ദ്രൻ പൂർണ്ണ തേജസ്സോടുകൂടി നിൽക്കുന്നു. അതുപോലെ ഈ ശരീരത്തെ മാറ്റിയിട്ട് അകൃതമായിരിക്കുന്നതിനെ പ്രാപിച്ചിട്ട്, ശരീരം കൃതമാണ്, കൃതമായ ശരീരത്തെ, ചെയ്യപ്പെട്ട ശരീരത്തെ ഉപേക്ഷിച്ച് അകൃതമായ ഭാവത്തെ പ്രാപിച്ച് ഞാൻ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു, ഞാൻ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു. ഇത് ഇതാണ് മന്ത്രം. ഇത്രയേ ഉള്ളൂ. 13ാമത്തെ ഖണ്ഡം, ഒറ്റ മന്ത്രമേ ഉള്ളൂ ഒരു ഖണ്ഡത്തിൽ. നോക്കൂ, ശ്യാമാത് ശബലം പ്രപദ്യേ ഇത്യാദി മന്ത്രാംനായഃ പാവനഃ ജപാർത്ഥശ്ച ധ്യാനാർത്ഥോ വ. ശ്യാമഃ ഗംഭീരഃ വർണ്ണഃ ശ്യാമ ഇവ ശ്യാമഃ ഹാർദം ബ്രഹ്മ അത്യന്തദുരവഗാഹ്യത്വാത് ഹാർദം ബ്രഹ്മ ജ്ഞാത്വാ ധ്യാനേന തസ്മാത് ശ്യാമാത് ശബലം ശബലൈവ ശബലഃ അരണ്യാദ്യനേക ആശ്രിത്വാ കാമമിശ്രത്വാത് ബ്രഹ്മലോകസ്യ ശാബല്യം തം ബ്രഹ്മലോകം ശബലം പ്രപദ്യേ മനസാ ശരീരപാദാത് വാ ഊർധ്വം ഗച്ഛേയം. യസ്മാദഹം ശബലാത് ബ്രഹ്മലോകാത് നാമരൂപവ്യാകരണായ ശ്യാമം പ്രപദ്യേ ഹർദഭാവം പ്രപന്നഃ അസ്മി ഇത്യഭിപ്രായഃ. അതഃ തമേവ പ്രകൃതിസ്വരൂപമാത്മാനം ശബലം പ്രപദ്യേ ഇത്യർത്ഥഃ. കഥം ശബലം ബ്രഹ്മലോക പ്രപദ്യേ ഇത്യുച്യതേ അശ്വൈവ സ്വാനി ലോമാനി വിധൂയ കമ്പനേന ശ്രമം പാംസ്വാദി ച രോമതഃ അപനീയ യഥാ നിർമ്മലഃ ഭവതി
ഏവം ഹാർദബ്രഹ്മജ്ഞാനേന വിധൂയ പാപം ധർമാധർമാക്യം ചന്ദ്രൈവ ച രാഹുഗ്രസ്തഃ തസ്മാത് രാഹോഃ മുഖാത് പ്രമുച്യ ഭാസ്വരാः ഭവതി യഥാ ഏവം ധൂത്വാ പ്രഹായ ശരീരം സർവാനർത്ഥാശ്രയം ഇഹൈവ ധ്യാനേന കൃതാത്മാ കൃതകൃത്യഃ സൻ അകൃതം നിത്യം ബ്രഹ്മലോകം അഭിസംഭവാമി ഇതി ദിവചനം മന്ത്ര സമാപ്ത്യർത്ഥം. നോക്കൂ, ശ്യാമാത് ശബലം പ്രപദ്യേ ഇത്യാദി മന്ത്രാംനായഃ പാവനഃ ജപാർത്ഥശ്ച ധ്യാനാർത്ഥോ വാ. ശ്യാമഃ ഗംഭീരഃ വർണ്ണഃ ശ്യാമ ഇവ ശ്യാമഃ. ഹാർദം ബ്രഹ്മ അത്യന്ത ദുരവഗാഹ്യത്വാത് തത് ഹാർദം ബ്രഹ്മ ജ്ഞാത്വാ ധ്യാനേന തസ്മാത് ശ്യാമാത് ശബലം പ്രപദ്യേ. ശബല ഇവ ശബലഃ അരണ്യാദ്യനേക കാമമിശ്രം ത്വാത് ബ്രഹ്മലോകസ്യ ശാബല്യം തം ബ്രഹ്മലോകം ശബലം പ്രപദ്യേ മനസാ ശരീരപാദാത് വാ ഊർധ്വം ഗച്ഛേയം. യസ്മാദഹം ശബലാത് ബ്രഹ്മലോകാത് നാമരൂപവ്യാകരണായ ശ്യാമം പ്രപദ്യേ ഹാർദഭാവം പ്രപന്നഃ അസ്മി ഇത്യഭിപ്രായഃ. അതഃ തമേവ പ്രകൃതിസ്വരൂപം ആത്മാനം ശബലം പ്രപദ്യേ ഇത്യർത്ഥഃ. അപ്പോൾ ശ്യാമാതി ശബലം പ്രപദ്യേ എന്ന് തുടങ്ങുന്ന മന്ത്രം, അതായത് 13ാമത്തെ ഖണ്ഡത്തിൽ 1ാമത്തെ മന്ത്രം, ആകെ ഒരു മന്ത്രമേ ഉള്ളൂ, 13ാമത്തെ ഖണ്ഡത്തിലെ മന്ത്രം. ഇത് അധികം വിചാരം ചെയ്യാനൊന്നും പോണ്ടെന്നാണ് അഭിപ്രായം. എന്താ അങ്ങനെ പറഞ്ഞേ? ഇത് ജപാർത്ഥമുള്ള മന്ത്രമാണ്, അല്ലെങ്കിൽ ധ്യാനാർത്ഥമുള്ള മന്ത്രമാണ്. ജപാർത്ഥമുള്ളത് അധികം വിചാരവിധേയാക്കൊന്നും വേണ്ട, ജപിച്ചാൽ മതി. ഇപ്പം ജപിക്കാനുള്ളൊരു മന്ത്രം അത്. ഏത്? ഈ 13ാമത്തെ ഖണ്ഡത്തിലെ മന്ത്രം എന്നാണ് ഭാഷ്യകാരൻ പറഞ്ഞു തരുന്നത്. എന്താ കാരണം? പാവനഃ, ഇത് നമ്മളെ പരിശുദ്ധമാക്കുന്ന മന്ത്രമാണ്. ഈ മന്ത്രം നമ്മളെ പരിശുദ്ധമാക്കുന്നു. എങ്ങനെ മനസ്സിലാവും? 180 ദിവസം ജപിച്ചോളൂ, ഒരേ സമയത്ത് ഈ മന്ത്രം ഒരു 180 ദിവസം ജപിച്ചോളൂ, എന്നിട്ടൊരു മാറ്റം ഇല്ലാച്ചാൽ പറഞ്ഞോളൂ, അല്ലേ? അല്ലാണ്ട് എന്താ ചെയ്യുക? വേറെ വഴിയില്ല. ഇത് ജപാർത്ഥമാണെന്നാണ് പറയുന്നത്. ധ്യാനാർത്ഥോവ, അല്ലെങ്കിൽ ധ്യാനാർത്ഥാകാം. സൂക്ഷ്മ വിചാരം ചെയ്ത് അങ്ങനെ ഏക പ്രത്യയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടും ആവാം ഈ ഒരു മന്ത്രം. അതാണ് പറയുന്നത് ശ്യാമാച്ഛബലം പ്രപദ്യ ഇത്യാദി മന്ത്രാംനായഃ. ഈ മന്ത്രം പാവനഃ, മനുഷ്യനെ പവിത്രമാക്കുന്നതാണ്. അതുകൊണ്ട് ജപാർത്ഥശ്ച, ജപത്തിനായിക്കൊണ്ടുള്ളതാണ്. ധ്യാനാർത്ഥോവ, അല്ലെങ്കിൽ ധ്യാനാർത്ഥമാണ്. ഇപ്പോൾ ജപാർത്ഥമുള്ള മന്ത്രം ജപത്തിനാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ശ്രീരുദ്രം മുഴുവൻ ജപത്തിനാണ് വെച്ചോ. അവിടെ ഇപ്പോൾ ഓം നമഃ ശിവായ എന്ന് ഉപദേശിച്ചു. ഓം നമഃ ശിവായ എന്നുള്ളത് എവിടെയാണ്? യജുർവേദ മന്ത്രമാണ്. യജുർവേദത്തിൽ ശ്രീരുദ്രത്തിൽ ഉള്ളതാണ്. അപ്പോൾ അവിടെ ഓം നമഃ ശിവായ എന്താ പറഞ്ഞത്? ഓം, അത് ചിന്തിക്കാം. പിന്നെ നമ, ഇപ്പം എന്താ അത്ര ചിന്തിക്കാനുള്ളത്?
നമസ്കാരക്രിയയല്ലേ ചിന്തിക്കാവുള്ളൂ, അല്ല? അവിടെ നമസ്കാരക്രിയ ചിന്തിക്കാവുള്ളൂ, വേറെ ഇരുന്ന് കുത്തിയിരുന്ന് ആലോചിക്കാനൊന്നുമില്ല. ശിവായ, ശിവനായിക്കൊണ്ട് കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അവിടെ കുത്തിയിരുന്ന് ആലോചിക്കാൻ മാത്രമൊന്നുമില്ല. അത് പിന്നെ എന്തിനാ അതുള്ളത്? കുത്തിയിരുന്ന് ജപിച്ചോളാം. അപ്പം ജപാർത്ഥമുള്ള മന്ത്രങ്ങൾ വിചാരാർത്ഥം ഘടിപ്പിക്കേണ്ടതില്ല. വിചാരാർത്ഥമുള്ള മന്ത്രങ്ങൾ ജപാർത്ഥം ഘടിപ്പിക്കേണ്ടതില്ല. മനസ്സിലായില്ലേ? അപ്പോൾ വിചാരത്തിനായിക്കൊണ്ടൊരു മന്ത്രം എന്താണ്? അഹം ബ്രഹ്മാസ്മി. അപ്പോൾ ഒരാൾ ഇരുന്നുണ്ട്, അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി. എന്തിനാത്? അതിൻ്റെ ആവശ്യമില്ല. അത് ജപാർത്ഥമുള്ള മന്ത്രമല്ല, അത് വിചാരാർത്ഥമുള്ളതാണ്. തത്വമസി, 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 അത് വിചാരാർത്ഥമുള്ളതാണ്. ഇനി ഇത് രണ്ടും അല്ലാത്ത വേറെ ഉണ്ട്. എന്താണ്? ഹോമാർത്ഥം. ഹോമാർത്ഥമുള്ള മന്ത്രങ്ങളിലൊക്കെ തന്നെ സ്വാഹ ശബ്ദം ചേർന്നിട്ടുണ്ടാവും. അപ്പോൾ അതിരുന്ന് വിചാരം ചെയ്യണോ? ഇരുന്നിട്ട് അഗ്നേയ സ്വാഹ, അഗ്നേയ സ്വാഹ, അഗ്നേയ സ്വാഹ, അഗ്നേയ സ്വാഹ. എടാ, നീ ഹോമം ചെയ്യ്. ഓരോ സ്വാഹ മന്ത്രം ചൊല്ലുമ്പോഴും ഹവിസ് അഗ്നിയിൽ അർപ്പിക്കുക. അത് അതിനുള്ളതാ. അപ്പോൾ ഓരോന്നിനും വിനിയോഗമുണ്ട്, മന്ത്രവിനിയോഗം. ആ മന്ത്രവിനിയോഗം അനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഭഗവാൻ ഭാഷ്യകാരൻ്റെ അഭിപ്രായത്തിൽ ഭഗവാൻ ഭാഷ്യകാരൻ്റെ അഭിപ്രായത്തിൽ ഈ 13ാം ഖണ്ഡത്തിലെ മന്ത്രം പാവനമായതുകൊണ്ട് ജപാർത്ഥമോ ധ്യാനാർത്ഥമോ ആണ്. അതുകൊണ്ട് കഴിഞ്ഞ ഖണ്ഡങ്ങളിൽ വിചാരം ചെയ്തതുപോലെ വിശദമായി വിചാരം ചെയ്യേണ്ട ആവശ്യം ഇല്ല. എന്നാലും മന്ത്രം കിട്ടിക്കഴിഞ്ഞാൽ വിചാരം ചെയ്യും. അത് ഭാഷ്യകാരൻ്റെ സ്വഭാവമാണ്. ശ്യാമ, അതുകൊണ്ട് വിചാരം ചെയ്യുന്നു. ശ്യാമ, അപ്പം എന്താ മന്ത്രം? ശ്യാമ ഛബലം പ്രപദ്യേ, അല്ലേ? ശബലാശ്യാമം പ്രപദ്യേ, ഇത്രയേ ഉള്ളൂ. ഇതാണ് ശ്യാമ. ശ്യാമവർണം, ശ്യാമ വർണ്ണ, ഇരുണ്ട വർണ്ണം. എന്താ ഇരുണ്ട വർണ്ണത്തിൻ്റെ വിശേഷം? ഗംഭീര, അതങ്ങ് ആഴത്തെ സൂചിപ്പിക്കുന്നതാണ്, ഗംഭീരഭാവത്തെ സൂചിപ്പിക്കുന്നതാണ്. ഗംഭീരഭാവം. നല്ല ഇരുണ്ട ഒരു ശിലയിൽ ഒരു വിഗ്രഹം, മനോഹരമായിട്ടൊരു വിഗ്രഹം ഉണ്ടാക്കിയെന്ന് വിചാരിച്ചോളൂ. ഒന്ന് വിചാരിക്കുക, ഒരു ഭഗവതിയുടെ, ഭദ്രകാളിയുടെ, അല്ലെങ്കിൽ ശിവൻ്റെ, അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ, എന്തോ ആയിക്കോട്ടെ, കൃഷ്ണശിലയിൽ ഒരു വിഗ്രഹം ഉണ്ടാക്കി. അതേ വിഗ്രഹം നല്ല വെളുത്ത രാജസ്ഥാൻ മാർബിളിൽ ഉണ്ടാക്കിയെന്ന് വിചാരിച്ചോളൂ. ഈ വെളുത്ത രാജസ്ഥാൻ മാർബിളിൽ ഉണ്ടാക്കിയ വിഗ്രഹം നല്ല സൗന്ദര്യം ഉണ്ടാവും. കഴിഞ്ഞു, അവിടെ കഴിഞ്ഞു. ആ കണ്ട ഭാവേ അതിനുണ്ടാവുള്ളൂ. മറ്റതല്ല, മറ്റത് നോക്കുന്തോറും ഗംഭീരമായ തലങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും. മറ്റതിന് ഏകതലമായ അർത്ഥമാണെങ്കിൽ ഇവിടെ ബഹുതലമായ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് കേവലം അലങ്കാരപ്രിയന്മാരായിട്ടുള്ളവർ ഈ വെളുത്ത മാർബിളിൽ പ്രതിമ ഉണ്ടാക്കാം. പക്ഷേ ഗഹനമായിട്ടുള്ളത് യാതൊരു സംശയവുമില്ല കൃഷ്ണശിലയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അത് എത്ര കൃഷ്ണമാക്കാമോ അത്രയും കേമാവും. അപ്പോൾ നമ്മൾ പോരാ എന്ന് വെച്ചാൽ കുറച്ച് എണ്ണയും കൂടിയൊക്കെ ഒന്ന് പുരട്ടി കൊടുത്താൽ ഒന്നും കൂടി കൃഷ്ണമാവും. അചിന്ത്യമായിരിക്കുന്ന ആഴങ്ങളിലേക്ക് അത് നമ്മളെ കൊണ്ടുപോകും. മറ്റത് അതിൻ്റെ പുറത്ത് പലതും ആക്കാം. ഇത് പുറത്തൊന്നും ഉണ്ടാക്കണ്ട, അല്ലാണ്ട് തന്നെ ഉള്ളിലേക്ക് പോകും. അതുകൊണ്ട് ഈ ശ്യാമം എന്നുള്ളത് ഗംഭീരമാണെന്നാണ്, ഗംഭീരമായ വർണ്ണമാണ്. ഗംഭീരഹ വർണ്ണ. അങ്ങനെയുള്ള ശ്യാമ ഇവ ശ്യാമം. അതെന്താ അത് ഗംഭീരായിട്ടുള്ളത്? ഹാർദം ബ്രഹ്മ, ഹൃദയസ്ഥിതമായ ബ്രഹ്മമാണ് ഗംഭീരമായത്. ഉപനിഷത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്,
ഈ ബ്രഹ്മപുരത്തിൽ അസ്മിൻ ബ്രഹ്മപുരേ ദഹരഃ പുണ്ടരീകഃ, വളരെ സൂക്ഷ്മമായ താമരമൊട്ടുണ്ട്, അതിൽ അതീവ സൂക്ഷ്മമായ ആകാശമുണ്ട്, അതിലെന്താണുള്ളതെന്ന് അന്വേഷിച്ചോളൂ. തദന്വേഷ്ടവ്യം തദ്വാവ വിജിജ്ഞാസിതവ്യം, അതെന്താണെന്നറിയാൻ നിന്നാൽ ഇച്ഛിക്കപ്പെടേണ്ടതാകുന്നു. എന്താണെന്ന് ഉപനിഷത്ത് പറഞ്ഞു തരുന്നില്ല. നമ്മളോട് പറയുകയാണ് ഈ ഒരു ബ്രഹ്മപുരം. ഏതാ ബ്രഹ്മപുരം? ഈ ശരീരം തന്നെയാ ബ്രഹ്മപുരം. ഈ ബ്രഹ്മപുരത്തിൽ വളരെ സൂക്ഷ്മമായൊരു താമരമൊട്ടുണ്ട്. ആ സൂക്ഷ്മമായ താമരമൊട്ടിൽ അതിനേക്കാൾ സൂക്ഷ്മമായ ഒരാകാശമുണ്ട്. ആ ആകാശത്തിൽ എന്താണ് ഉള്ളതെന്ന് അന്വേഷിച്ചോളൂ എന്നാണ് പറയണം. അതാവട്ടെ ഇനിയുള്ള അന്വേഷണം. കുറേ ഇപ്പോൾ പുറത്തേക്ക് അന്വേഷിച്ചുല്ലോ. കണ്ണ് രണ്ടും പുറത്തേക്ക്, ചെവി രണ്ടും പുറത്തേക്ക്, മൂക്ക് രണ്ടും പുറത്തേക്ക്, ഇല്ലേ? ഇങ്ങനെ കുറേ കാലമായില്ലേ പുറമേക്ക് അന്വേഷിക്കുന്നത്. ഇനിയിപ്പോൾ ഒന്ന് തിരിച്ചു വെച്ചിട്ട് ഇനി ഉള്ളിലേക്കൊന്ന് തന്നെ അന്വേഷിച്ചോളൂ എന്ന് പറയുകയാണ്. അതാണ് ഇവിടെ ഹാർദം, ഹൃദയത്തിലുള്ള ബ്രഹ്മ. അത്യന്ത ദുരവഗാഹ്യത്വാത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഹാർദം ബ്രഹ്മമാണ് ശ്യാമം എന്ന് പറഞ്ഞത്? അങ്ങനെയൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ ഉപനിഷത്തിൽ. ഉപനിഷത്തിൽ ശ്യാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഭാഷ്യകാരൻ പറയുകയാണ് അത്യന്ത ദുരവഗാഹ്യത്വാത്, മനസ്സിലാക്കാൻ വളരെ വിഷമമായതുകൊണ്ട്. ഈ ഹൃദയഗുഹയ്ക്കുള്ളിൽ നിവസിക്കുന്നതായി അന്വേഷിച്ച് ഉള്ളിലേക്ക് പുറത്തേക്കുള്ള പോക്ക് കുറച്ചും കൂടി എളുപ്പമാണ്, ഉള്ളിലേക്കുള്ള പോക്ക് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ശ്യാമം എന്നുള്ളതിന് ബ്രഹ്മം എന്നർത്ഥം പറഞ്ഞു. തുടർന്ന് നമുക്ക് ചിന്തിക്കാം അടുത്ത പ്രാവശ്യം. ഈ മന്ത്രം ജപാർത്ഥമുള്ള മന്ത്രം ഓർമ്മിച്ച് വെക്കുക. ശ്യാമാച്ഛബലം പ്രപദ്യേ ശബലാച്ഛ്യാമം പ്രപദ്യേ അശ്വ ഇവ രോമാണി വിധൂയ പാപം ചന്ദ്ര ഇവ രാഹോർമുഖാത് പ്രമുച്യ ധൂത്വാ ശരീരമകൃതം കൃതാത്മാ ബ്രഹ്മലോകമഭിസംഭവാമി ഇതി. വിശദമായി നമുക്ക് അടുത്ത പ്രാവശ്യം പഠിക്കാം ഒന്നുകൂടി.